രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അഷ്ടപതി കേൾക്കാൻ കാത്തിരിക്കുന്ന പുണ്യാത്മാക്കളെ സ്വാഗതം. ഇന്ന് നമ്മൾ അഷ്ടപതി 9ാമത്തെ അധ്യായമാണ്. 9ാമത്തെ അധ്യായത്തിൽ 3ാമത്തെയും 4ാമത്തെയും ശ്ലോകമാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. പുതിയതായി സബ്സ്ക്രൈബ് ചെയ്യുന്നവർ പ്ലേലിസ്റ്റ് എടുത്താൽ ഇത് ഒന്നേന്ന് കിട്ടും. നിങ്ങൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് കേൾക്കുക. എല്ലാ തിങ്കളാഴ്ചയും 3 മണിക്ക് നാരായണീയം വീഡിയോ ഉണ്ടായിരിക്കും. ശ്രീകൃഷ്ണ ഭഗവാനും രാധാജിയും അനുഗ്രഹിച്ചാൽ എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ രാധയുടെ പ്രണയം ചരിത്രത്തിൽ ആദ്യമായി 74 എപ്പിസോഡ് പിന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തുടക്കം മുതൽ പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൂടാതെ വ്യാഴാഴ്ച 12 മണിയാകുമ്പോൾ രാധാറാണി അനുഗ്രഹിക്കുകയാണെങ്കിൽ ഈ ചൊവ്വ 12 മണിക്ക് രാധയുടെ പ്രണയവും വ്യാഴം 12 മണിയാകുമ്പോൾ അഷ്ടപതിയും നിങ്ങളുടെ കൈകളിൽ കിട്ടിയിരിക്കും. അതേ കണക്ക് തന്നെ ഞാൻ കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ കേൾക്കണം. ഒരിടത്തൊരച്ഛനുണ്ടായിരുന്നു. അതായത് ബന്ധം വേർപെട്ടിരിക്കുന്നവരും ഭർത്താവും ഭാര്യയും മാനസികമായി അകന്നിരിക്കുന്നവരും നിശ്ചയമായും കേൾക്കേണ്ടുന്ന ഒരു വീഡിയോ ആണത്. നിങ്ങളുടെ പെമ്മക്കൾ ദൂരെ താമസിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു വീഡിയോ കേൾക്കണം. പ്രണയം മനസ്സിലല്ലേ, പ്രണയം എങ്ങനെ വിജയിക്കാം, വശ്യമന്ത്രം ഉൾപ്പെടെ. അത് ശരിക്കും അച്ഛനും അമ്മയുമാരുമാണ് അത് കേൾക്കേണ്ടത്. പ്രണയിക്കാൻ പോകുന്ന ഓരോ പെൺകുട്ടികളും ആ വീഡിയോ കേൾക്കണം. പിന്നെ ജ്യോതിഷമുണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്. ഞാൻ കൊല്ലമാണ്. ഇവിടെ ചേർന്ന് പഠിക്കേണ്ടവർക്ക് ഇവിടെ ചേർന്ന് പഠിക്കാം. ദൂരെയുള്ളവർക്ക് ഇവിടെ താമസ സൗകര്യങ്ങൾ വരെ ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, കൊട്ടാരക്കര, ആലപ്പുഴ സൈഡിലുള്ളവർ കോട്ടയം, എറണാകുളം ഒക്കെ വന്ന് പഠിക്കുന്നുണ്ട്. വടകര, കാസർഗോഡ്, തൃശ്ശൂരൊക്കെ ഉള്ളവർ ഇവിടെ സ്റ്റേ ചെയ്ത് പഠിക്കുന്നുണ്ട്. അല്ലാത്തവർ യൂട്യൂബിൽ ഞാൻ 8 എപ്പിസോഡുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയാൽ മതി. ജ്യോതിഷം എല്ലാ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ കണക്ക് ഓരോ നക്ഷത്രത്തിൻ്റെയും ഫലം ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാം. ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും എന്നെ വിളിച്ചാൽ മതി. 9645333999. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അഷ്ടപതി തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ
രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാവങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്ന പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമ്മൾ അഷ്ടപതി തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ അഷ്ടപതി പാടാൻ ആഗ്രഹിക്കുന്നവർ, നാരായണീയം പാടാൻ ആഗ്രഹിക്കുന്നവർ, കാരണം പരമപുണ്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും പറഞ്ഞ് ഇഷ്ടം പോലെ പേര് എഴുതുന്നു. അതല്ല, നിങ്ങൾ ഒരു 2 വരി പാടി എനിക്ക് അയച്ചു തരിക. മനസ്സിലായില്ലേ? അതിനൊരു താളം വേണം. മനസ്സിലായ? നിങ്ങളിങ്ങനെ ഭാഗവതം വായിക്കുന്ന കണക്കാണ് പലരും എനിക്കിത് പാടി അയച്ചു തരുന്നത്. നാരായണീയമായാലും അങ്ങനെ ഒരു ഭാഗവതം വായിക്കുന്ന രീതിയിലല്ല അയക്കേണ്ടത്. അതിൻ്റേതായ ഒരു ഈണത്തിൽ നിങ്ങൾ എനിക്ക് പാടി അയച്ചു തരിക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് 3ാമത്തെ ശ്ലോകം നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ അതിമനോഹരമായി പാടിയിട്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് സുപരിചിതമാണ് ആ ആളെന്ന് പറയുന്നത്. അപ്പോൾ അതാരാണെന്നല്ലേ, അതൊരു സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ആ ആള് അത് പാടുന്നത് നിങ്ങൾ കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ശ്വസിത പവനമനുപമ പരിണാഹം മദനദഹനമിവ വഹതി സദാഹം. ശ്വസിത പവനമനുപമ പരിണാഹം മദനദഹനമിവ വഹതി സദാഹം. രാധികാ രാധികാ തവ വിരഹേ കേശവ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. അപ്പോൾ നിങ്ങൾ അഷ്ടപതി വളരെ മനോഹരമായി പാടിയത് കേട്ടല്ലോ. ഞാൻ മനോഹരം എന്നൊക്കെ തമാശയ്ക്ക് പറഞ്ഞതാണ്. എനിക്കറിയാം, പാറപ്പുറത്ത് ഉരയ്ക്കുന്നതിനേക്കാൾ കഷ്ടമാണ് ആരുടെ ശബ്ദം? എൻ്റെ ശബ്ദം. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു സാഹസത്തിന് മുതിർന്നു എന്ന് ചോദിച്ചാൽ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിരന്തരം എന്നോട് ആവശ്യപ്പെടുകയാണ്, സാർ ഒന്ന് പാടിയിട്, ഇത് അവതരിപ്പിക്കുന്ന ആൾ തന്നെ പാട് സാറേ. അപ്പോൾ എന്നെ വിളിക്കുന്നവരോടും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവരോടും ഒക്കെ ഞാൻ പറയും, എൻ്റെ ശബ്ദം വളരെ മോശമാണ്, അഷ്ടപതിയൊന്നും അങ്ങനെ പാടി വികൃതമാക്കിക്കൂടാ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ അവർ പറയും, സാരമില്ല, ഞങ്ങൾക്ക് സാറിനോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ ഇങ്ങനെ പറയുന്നത്. സാറിൻ്റെ ശബ്ദം എത്ര കൊള്ളത്തില്ലെങ്കിലും ഞങ്ങൾക്ക് സ്നേഹമുള്ളത് കൊണ്ട് കൊള്ളാമെന്നങ്ങ് തോന്നിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, എന്നാ പിന്നെ ഇങ്ങനൊരു സാഹസം നടത്തിക്കളയാ, എല്ലാവരും സ്നേഹം കൊണ്ടല്ലേ നിർബന്ധിക്കുന്നത്. അങ്ങനെ ഞാൻ ഇത് പാടി 2 വരി പാടി. നമ്മുടെ കണ്ണൂർ യൂണിറ്റ് പ്രസിഡന്റ് ആണല്ലോ വീഡിയോ ആക്കുന്നത്, ജിനി സന്തോഷിന് അയച്ചു കൊടുത്തപ്പോൾ ജിനി സന്തോഷ് പറഞ്ഞു, സാറേ ഒരു കുഴപ്പവുമില്ല, ഞങ്ങളൊക്കെ സാറിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇത് ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും, കുഴപ്പമില്ല സാറേ, ഞാൻ എന്താ ഇത് വീഡിയോ ആക്കി സാറിന് അയച്ചു തരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ജിനി വലിയ സാഹസമാണിത് കേട്ടോ. ജിനി പറഞ്ഞു, ഒരു സാഹസവും ഇല്ല, സാറ് ധൈര്യമായിട്ടിടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിക്കണത്, എൻ്റെ പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ട് ഈ വികൃത സ്വരമൊക്കെ അവരെന്ത് ചെയ്തോളും, അങ്ങ് സഹിച്ചോളും എന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടത്. പിന്നെ അതിനെയൊക്കെക്കാളുപരി ഞാനിത് ഇട്ടതിനൊരു കാരണമുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ നിർബന്ധിച്ചപ്പോൾ എനിക്ക് തോന്നി അതെനിക്ക് ഫോഴ്സ് ചെയ്യുന്നു, രാധാജി നിർബന്ധിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. കാരണം അഷ്ടപതി പാടുന്നത് പരമപുണ്യമാണ്. അപ്പോൾ രാധാജി ചിന്തിക്കുന്നതായിരിക്കും, മോനെ നീ പറയുന്നതല്ലേ ഉള്ളൂ, നീ പാട്, അമ്മയ്ക്കത് കേൾക്കണം,
നിന്റെ സ്വരം മറ്റുള്ളവർക്ക് എത്രയോ വികൃതമായി തോന്നട്ടെ, അമ്മയ്ക്കത് മനോഹരമാണ്. അതാണ്, നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ എന്തും മനോഹരമാണല്ലോ. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയത്തില്ലേ നമ്മൾ? അതുപോലെ അമ്മ എന്നോട് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. മോൻ പാട്, മോൻ്റെ സ്വരം കൊള്ളത്തില്ലെങ്കിലും അമ്മയ്ക്കിഷ്ടമാണ് എന്ന് രാധാജി പറയുന്നത് പോലെ തോന്നിയത് കൊണ്ടാണ് ഞാനിത് മുതിർന്നത്. അപ്പം നിങ്ങൾ മനോഹരമായി പാടുന്നവർ എൻ്റെ വികൃതമായ പാട്ടൊക്കെ ക്ഷമിക്കുക. അപ്പം നിങ്ങൾ നന്നായി പാടി അടുത്തതൊക്കെ അയച്ചു തരിക, ഞാനിടാം. അപ്പം കേട്ടോ. ശ്വസിത, പവന, അനുപമ. പക്ഷെ അത് ചേർത്തെഴുതുമ്പം ശ്വസിത, പവന, അനുപമ, പരിണാഹം, മദന, ദഹന, മിവ, വഹതി സദാഹം, രാധിക തവ വിരഹേ കേശവ. ശ്രദ്ധിച്ചു കേട്ടോണം. ശ്വസിത പവനൻ, അർത്ഥം എഴുത്. ശ്വസിത പവനൻ, നെടുവീർപ്പ്. നമ്മളിങ്ങനെ നെടുവീർപ്പിടത്തില്ലേ, ഹാ, അതാണ് ശ്വസിത പവനൻ. അനുപമം, അനുപമം ഉപമിക്കാൻ പറ്റാത്തത്, താരതമ്യം ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അർത്ഥം എഴുതിക്കോ, അനുപമം, ഉപമിക്കാൻ പറ്റാത്തത്. പരിണാഹം, പരിണാഹം ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന എന്നാണ് അർത്ഥം. നമ്മൾ ദീർഘമേറിയ, അപ്പോൾ ഇതിനകത്ത് ഏതാ നിങ്ങൾക്ക് മനസ്സിലാകുന്ന അർത്ഥം എഴുതിക്കോ. ദീർഘമേറിയ, അതും നിങ്ങൾക്ക് പിടികിട്ടുന്നില്ലെങ്കിൽ ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന. അടുത്തത് മദന ദഹനൻ, ദഹനം അഗ്നി, മദന ദഹനൻ. മദന ദഹനൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? കാമാഗ്നി, കാമാഗ്നി. വഹതി, വഹതി വഹിക്കുന്നു. സദാഹം, സദാഹം ദാഹത്തോടുകൂടി. മനസ്സിലായില്ലേ? സദാഹം അർത്ഥം ദാഹത്തോടുകൂടി. എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിക്കോ, ഇവിടുത്തെ അർത്ഥം പൊള്ളുന്നെന്നാണ് അർത്ഥം. നമ്മുടെ ദേഹം തീയുടെ ചൂടിലും പൊള്ളുന്നു. യഥാർത്ഥത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ശ്വസിത, മനസ്സിലായില്ലേ? ശ്വസിത പവന, അതായത് രാധാജി ദീർഘനിശ്വാസം വിടുന്നു. ശ്വസിത പവനൻ, നെടുവീർപ്പിടുന്നു. അനുപമം, അത് നമുക്ക് വേറൊന്നുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ല. പരിണാഹം, അത് ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്നു. മനസ്സിലായില്ലേ? മദന ദഹനൻ, അത് കാമാഗ്നി അടങ്ങിയതാണ്. ഇവ വഹതി സദാഹം, അത് രാധാജിയെ പൊള്ളിക്കുന്നു. രാധിക തവ വിരഹേ കേശവ. ഇനി ഞാൻ നിങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേട്ടോളണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തോഴി പറയുകയാണ്, രാധാജിയുടെ കൃഷ്ണനെ കാണാത്തത് കൊണ്ടുള്ള അവസ്ഥ പറയുകയാണ്. അപ്പൊ തോഴി പറയുകയാണ്, അല്ലയോ കൃഷ്ണ, അങ്ങയെ കാണാത്തത് കൊണ്ട്, അതായത് അങ്ങയുടെ വിരഹത്താൽ രാധാറാണി ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്നതും കാമാഗ്നി പോലെ ചൂടോടു കൂടിയതുമായ നെടുവീർപ്പുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നു. അതായത് കൃഷ്ണ വിരഹത്താൽ രാധാറാണി ദഹിക്കുകയാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഒരു അഗ്നിയുണ്ട്. ഈ അഗ്നി നമുക്ക് സന്തോഷം വരുമ്പോഴും അല്ല സങ്കടം വരുമ്പോഴും കോപം വരുമ്പോഴും ഈ അഗ്നി ഉണരും. അതിനെക്കുറിച്ചാണ് ഇവിടെ കവി പറയുന്നത്. മനസ്സിലായില്ലേ? ഓർമ്മിക്കുക, ഏറ്റവും വലിയ അഗ്നി ആരാണ്? കാമാഗ്നിയാണ്, അല്ലെങ്കിൽ വിരഹാഗ്നിയാണ്. കാമാഗ്നിയും വിരഹാഗ്നിയുമാണ് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ പീഡിപ്പിക്കുന്ന അഗ്നി. ഇപ്പം സാധാരണ ഒരു അഗ്നിയാണെന്നിരിക്കട്ടെ, സാധാരണ ഒരു അഗ്നി നിമിഷങ്ങൾ കൊണ്ട് നമ്മളെ ഇല്ലാതാക്കും അല്ലേ? ഒരു മനുഷ്യനെ അങ്ങോട്ട് കൊണ്ട് കിടത്തി പിന്നെ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ദേഹത്ത് ഗ്യാസ് സ്റ്റൗവിൽ നിന്നോ ഒക്കെ തീ പടരുന്നു എന്ന് പറയത്തില്ലേ? സെക്കൻഡ് കൊണ്ട് അങ്ങ് കത്തിത്തീരും. അപ്പോൾ സാധാരണ അഗ്നി ഒരു മനുഷ്യനെ നിമിഷങ്ങൾ കൊണ്ട് വിഴുങ്ങി തീർക്കും. പക്ഷേ കാമാഗ്നി, അതേപോലെ വിരഹാഗ്നി, ഇത് നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. കണ്ടോ? മറ്റിപ്പോൾ പ്ലെയിൻ ആക്സിഡൻ്റ് ഒക്കെ വരുന്നവർ തീ പിടിച്ചല്ലേ മരിക്കുന്നത്? ഒരു സെക്കൻഡ് മതി, അവരങ്ങ് തീരും, അത്രയേ ഉള്ളൂ. പക്ഷേ കാമാഗ്നി, വിരഹാഗ്നി, നിങ്ങളെ കാമുകൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കാമുകി ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ തിങ്കളാഴ്ച 24 മണിക്കൂറും നീറും, ചൊവ്വാഴ്ചയും നീറും, ബുധനാഴ്ചയും നീറും, എല്ലാ ദിവസവും ഓരോ നിമിഷവും നിങ്ങൾ വിരഹാഗ്നിയിൽ നീറി നീറി ദഹിക്കും. അപ്പോൾ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന അഗ്നിയാണ് കൃഷ്ണ, വിരഹാഗ്നിയും കാമാഗ്നിയും. ഇവിടെ രാധാറാണിയെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഉണ്ട് കൃഷ്ണ. മനസ്സിലായില്ലേ? വിരഹാഗ്നിയും ഉണ്ട്, നിന്നെ കാണാത്തത് കൊണ്ടുള്ള
സങ്കടത്താലും ഉരുകുന്നുണ്ട്. അതേ കണക്ക് തന്നെ കാമാഗ്നിയുമുണ്ട് അല്ലേ? മദന ദഹന എന്നല്ലേ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ മദന ദഹനൻ കാമാഗ്നി. അപ്പോൾ ഈ ഓർമ്മിക്കുക, വിരഹാഗ്നി തന്നെ ഭയങ്കരമാണ്, കാമാഗ്നിയും ഭയങ്കരമാണ് കൃഷ്ണ. ഇവിടെ രാധാറാണിയിൽ നിന്നെ കാണാത്തത് കൊണ്ട് വിരഹാഗ്നിയുമുണ്ട്, കാമാഗ്നിയുമുണ്ട്. ഇത് രണ്ടും കൂടെ ചേർന്ന് രാധാജിയെ ദഹിപ്പിക്കുകയാണ് കൃഷ്ണ. നീ ഇത് കാണുന്നില്ലേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് വിരഹാഗ്നിയും കാമാഗ്നിയും ഒക്കെ ഉള്ളത് എന്താണ്? നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിൽ അഗ്നിയുണ്ട്, അതില്ലേ നമുക്ക് പനി വരുന്നത്. ഈ അഗ്നിയെ നമുക്ക് എന്ത് ചെയ്യാം? പല പല രൂപത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ പറയാം. ഗോതമ്പ് മാവ്, ഈ ഗോതമ്പ് മാവിനെ വെള്ളമൊഴിച്ച് കുഴച്ചിട്ട് പരന്ന ചപ്പാത്തിയാക്കി മാറ്റാം, ദോശയാക്കി മാറ്റാം, ഇതിനെ ഉരുട്ടി നിങ്ങൾക്ക് കുഴക്കട്ടയാക്കി മാറ്റാം. അതുപോലെ ഉള്ളിൽ കിടക്കുന്ന വിരഹാഗ്നിയെ നിങ്ങൾക്ക് പല രൂപത്തിൽ, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന അഗ്നിയെ നിങ്ങൾക്ക് പല രൂപത്തിൽ മാറ്റാം. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ അഗ്നി കടന്ന് തിളയ്ക്കും, അതാണ് കോപാഗ്നി. ഒരു കാമുകൻ അല്ലെങ്കിൽ ഭർത്താവ് വിദേശത്താണെങ്കിൽ അവിടെ വരുന്ന അഗ്നിയാണ്, അവിടെയും നിങ്ങളുടെ ഉള്ളിൽ അഗ്നി തിളയ്ക്കും, അതാണ് വിരഹാഗ്നി. മനസ്സിലായില്ലേ? ഈ വിരഹാഗ്നിയേക്കാൾ അപകടകാരി തന്നെയാണ് ആരെന്ന് പറയുന്നത്? വിരഹാഗ്നിയേക്കാൾ അപകടകാരിയാണ് കാമാഗ്നി. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ വിരഹാഗ്നി തന്നെ രണ്ട് തരത്തിലുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. വിരഹാഗ്നി രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നിങ്ങളുടെ കാമുകൻ അല്ലെങ്കിൽ ഭർത്താവ് വിദേശത്താണ്, ദൂരത്താണ്, പക്ഷെ നിങ്ങളോട് സ്നേഹമുണ്ട്, അദ്ദേഹം വരും, എങ്കിലും ആ കാമുകനെ അല്ലെങ്കിൽ ഭർത്താവിനെ കാണാത്തത് കൊണ്ട് വിരഹദുഃഖം അനുഭവിക്കുക. ഇനി രണ്ടാമത്തെ വിരഹാഗ്നിയുണ്ട്. കാമുകൻ അല്ലെങ്കിൽ ഭർത്താവ് നിങ്ങളിൽ നിന്ന് പിണങ്ങി മാറി നിൽക്കുന്നു. ആ അഗ്നി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് ആദ്യത്തെ അഗ്നിയേക്കാൾ ഭയങ്കരമാണ്. അത് നിങ്ങളെ അടിമുടി കാർത്ത് തിന്നും. മനസ്സിലായില്ലേ? കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത് ഭർത്താവുണ്ട് അല്ലെങ്കിൽ കാമുകനുണ്ട്. അയാൾ വിചാരിച്ചാൽ നിങ്ങളടുത്ത് വരാം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ അയാൾ നിങ്ങളോട് പിണങ്ങിയിരിക്കുകയാണ്. ആ പിണങ്ങിയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിരഹം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അത് അനുഭവിച്ചറിയുക തന്നെ വേണം. അപ്പോൾ വിരഹാഗ്നി തന്നെ രണ്ട് തരത്തിലുണ്ടെന്ന് മനസ്സിലായില്ലേ? ആ രണ്ടാമത്തെ വിരഹാഗ്നി, പിണങ്ങി മാറിയിരിക്കുന്ന വിരഹാഗ്നി താങ്ങാൻ പറ്റില്ല. ഇവിടെ രാധാജി ആകട്ടെ നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ അഗ്നിയിലാണ് ഇരിക്കുന്നത്. കൃഷ്ണനോട് അല്പം പിണങ്ങിയാണ് ഇരിക്കുന്നത്. കാരണം കൃഷ്ണൻ ഗോപികമാരുമായി രമിക്കുന്നത് കണ്ടിട്ടാണ് രാധാജി പിണങ്ങിപ്പോയത്, രാധാജി കൃഷ്ണനോട് കയർത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കൃഷ്ണനുമായി രാധാജി പിണങ്ങിപ്പോയതാണ്. അപ്പോൾ ഇപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് പോയി മിണ്ടാനും പറ്റത്തില്ല. മനസ്സിലായില്ലേ? കൃഷ്ണൻ്റെ അടുത്ത് പോയി മിണ്ടാനും പറ്റത്തില്ല, എന്നാൽ കൃഷ്ണനൊട്ട് വന്നേ പറ്റൂതാനും. അപ്പോൾ ഇനി അങ്ങോട്ട് കയറി ചെല്ലാനും വയ്യ. കൃഷ്ണനും ഇതേ അവസ്ഥയിലാണ്. കൃഷ്ണൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എന്താണ്? രാധാജിയെ സംബന്ധിച്ചിടത്തോളം താൻ മറ്റ് സ്ത്രീകളുമായി രമിക്കുന്നത് കണ്ടിട്ട് പോയതാണ്. ഇനി ഞാൻ എങ്ങനെ അവളെ സമീപിക്കും എന്നാണ് കൃഷ്ണനും വിചാരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, കൃഷ്ണൻ മറ്റു ഗോപികമാരുമായി രമിക്കുന്നത് കണ്ടിട്ടാണ് രാധാജി കൃഷ്ണനോട് കയർത്തിട്ടാണ് പോയത്. അതുകൊണ്ട് ഇനി രാധാജിക്ക് കൃഷ്ണനെ തിരക്കി ചെല്ലാൻ വയ്യ. കൃഷ്ണനാകട്ടെ താൻ രാധാജിയെ വിട്ട് മറ്റു പെണ്ണുങ്ങളുമായി രമിച്ചത് തെറ്റാണെന്ന ചിന്തയുണ്ട്. അത് രാധാജി കൈയോടെ പിടിക്കുകയും ചെയ്തു. ഇനി എങ്ങനെ രാധാജിയെ ഫേസ് ചെയ്യുമെന്ന വിഷമമാണ് കൃഷ്ണന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രാധാജിക്ക് കൃഷ്ണനെ കാണണമെന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ വയ്യ. കൃഷ്ണന് രാധാജിയെ കണ്ടോളാൻ വയ്യ, പക്ഷേ കൃഷ്ണൻ അങ്ങോട്ട് പോകാൻ വയ്യ. സ്വാഭാവികമായിട്ടും ഇത്തരം പ്രതിസന്ധി വരുമ്പോൾ അതിനുള്ള പരിഹാരമാണ് തോഴി. ഒരു തോഴി ഇവിടെ ഇടപെട്ടാലേ ഈ പ്രശ്നം പരിഹരിക്കൂ. കാരണം രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? മടിയാണ്. അപ്പോൾ തോഴി വന്നിട്ട് ഇവിടെ കൃഷ്ണനോട് പറയുകയാണ്, കൃഷ്ണ, നീ വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നിന്നെ കാണാത്തത് കൊണ്ട് രാധാജിയുടെ ഹൃദയത്തിൽ വിരഹാഗ്നി തിളയ്ക്കുകയാണ്. അതിൻ്റെ ചൂട് ഹൃദയത്തിന് താങ്ങാൻ പറ്റാതായി കൃഷ്ണ. നിന്നെ കാണാത്തത് കൊണ്ടുള്ള
വിരഹാഗ്നി തിളയ്ക്കുമ്പോൾ ആ ചൂട് താങ്ങാൻ പറ്റുന്നില്ല. അതിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി രാധാജി ഒരു ദീർഘനിശ്വാസം എന്നൊരു ദീർഘനിശ്വാസം വിട്ടു. പക്ഷെ ആ ദീർഘനിശ്വാസം വിപരീത ഫലം ചെയ്തു കൃഷ്ണ. രാധാജിയുടെ ഉള്ളിൽ കിടക്കുന്ന അഗ്നിയെ അത് ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. അത് രാധാജിയുടെ ശരീരം മുഴുവനും വ്യാപിച്ചു. ഒരു അഗ്നി ഇങ്ങനെ കത്തുമ്പോൾ നിങ്ങൾ ഫൂന്ന് ഊതിയാൽ രണ്ട് തരത്തിൽ സംഭവിക്കാം. കാറ്റടിക്കുമ്പോൾ ഒന്നുകിൽ അത് അണയും, അല്ലെങ്കിൽ അത് ആളിക്കത്തും. അല്ലേ? തീ കത്തുമ്പോൾ നമ്മൾ ഒരു കാറ്റ് ഇങ്ങനെ ഫൂന്ന് അങ്ങോട്ട് അണച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ അതങ്ങ് അണയും, ചിലപ്പോൾ ആ കാറ്റിൻ്റെ ശക്തിയിൽ തീ ആളിക്കത്താം. അതല്ലേ വീടൊക്കെ കത്തുമ്പോൾ ശക്തമായ കാറ്റ് വീശിയാൽ അടുത്ത വീട്ടിലോട്ടൊക്കെ പിടിക്കത്തില്ലേ? ഇവിടെ രാധാജിക്ക് സംഭവിച്ചത് ഉള്ളിൽ കത്തുന്ന വിരഹാഗ്നിയെ തണുപ്പിക്കാൻ വേണ്ടിയാണ് രാധാജി ദീർഘനിശ്വാസം വിട്ടത്. പക്ഷെ ആ ദീർഘനിശ്വാസത്തിൻ്റെ ശ്വാസം വന്ന് തട്ടിയതോടുകൂടി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാധാജിയുടെ ഉള്ളിൽ കിടക്കുന്ന വിരഹാഗ്നി ആളിപ്പടർന്ന് ആ രാധാജിയെ മുഴുവനും, ദേഹം മുഴുവനും കാർന്ന് രാധാജിയെ തിന്നുകയാണ്. ഇനി ഒരു കാര്യവും കൂടെ തോഴി പറയുന്നുണ്ട്. തോഴി പറയുകയാണ്, നോക്കൂ കൃഷ്ണ, രാധാജി ദീർഘനിശ്വാസം വിട്ടപ്പോൾ അതിനകത്ത് ഈ തീ അണയേണ്ടതാ. പക്ഷേ ഈ തീയെ ആളിക്കത്തിച്ചത് വേറൊരാളാണ് കൃഷ്ണ. കൃഷ്ണനോട് പറഞ്ഞു കൊടുക്കുകയാണ്, കൃഷ്ണ, രാധാജി ദീർഘനിശ്വാസം വിട്ടപ്പോൾ തീ അണയേണ്ടതാണ്. അണയാത്ത തീയെ ആളിക്കത്തിച്ചത് വേറൊരാളാണ്. അത് വേറെ ആരുമല്ല, കാമദേവൻ. എന്ന് പറഞ്ഞാൽ തോഴി ഉദ്ദേശിക്കുന്നത്, കൃഷ്ണ, നിന്നെ കാണാത്തത് കൊണ്ട് രാധാജിക്ക് ദുഃഖമുണ്ട്. നീയുമായി മുമ്പ് നികുഞ്ചങ്ങളിൽ രമിച്ചതിനെക്കുറിച്ച് രാധാജി ആലോചിക്കുന്നു. നീ രാധാറാണിയെ ആലിംഗനം ചെയ്തതും ചുംബിച്ചതും നിങ്ങളുടെ ഉടലുകൾ ഒന്നായി തീർന്നതിനെക്കുറിച്ചുമൊക്കെ രാധാജി ചിന്തിക്കുന്നു. അപ്പം രാധാജിയിൽ കാമാഗ്നിയും വരുന്നു. അപ്പം വിരഹവും ഉണ്ട്, കാമവും ഉണ്ട്. അപ്പം അതായത് തോഴി ബുദ്ധിപൂർവമാണ് ചെയ്യുന്നത്. കാരണം കൃഷ്ണനിലും വിരഹവും ഉണ്ട്, കാമവും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാധാജിക്ക് അതൊക്കെ അസ്തമിച്ചു. താൻ ഗോപികമാരുമായി രമിക്കുന്നത് കണ്ടിട്ടെന്ന് വിഷാദിച്ചിരിക്കുകയാണ് കൃഷ്ണൻ. അങ്ങനെ നീ ചിന്തിക്കേണ്ട കൃഷ്ണ, അങ്ങനെയല്ല. ഈ കാമദേവൻ വന്നിട്ട് തീ ആളിക്കത്തിച്ച് ആ കാമാഗ്നിയിൽ രാധാജി ദഹിക്കുകയാണ്. അങ്ങനെ രാധാജിയുടെ ഉള്ളിൽ ഇപ്പോൾ രണ്ട് അഗ്നികൾ ഒന്നിച്ചു പടരുകയാണ് കൃഷ്ണ. ഒരു മനുഷ്യജീവിക്ക് ഒരു അഗ്നി പോലും താങ്ങാൻ പറ്റില്ല, ഇല്ലേ? സാധാരണഗതിയിൽ ഒരു മനുഷ്യനിൽ ഈ രണ്ട് അഗ്നി ഒന്നിച്ചു വരാൻ പാടാണ്. ഒന്നുകിൽ വിരഹാഗ്നി, നമുക്ക് വിരഹത്തിലെ ദുഃഖം വരുമ്പം കാമാഗ്നി വരത്തില്ലല്ലോ, കാമം വരുമ്പം വിരഹാഗ്നിയും വരില്ല. പക്ഷേ രാധാജിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് അഗ്നിയും കൂടെ ഒന്നിച്ചു വന്നു. അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ കാമദേവൻ വന്ന് വിരഹത്തെ കാമമാക്കി എന്ത് ചെയ്തു? മാറ്റിക്കളഞ്ഞു. അപ്പോൾ രാധാജിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല കൃഷ്ണ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായില്ലേ? ഒരു മനുഷ്യൻ്റെ ദേഹത്ത് ഒരു സമയത്ത് ഒന്നുകിൽ വിരഹാഗ്നി അല്ലെങ്കിൽ കാമാഗ്നി, ഇത് രണ്ടും കൂടെ വരാറില്ല. വിരഹം വന്ന് വേദനിക്കുമ്പോൾ കാമം വരാറില്ല, കാമത്തിൽ തിളയ്ക്കുമ്പോൾ വിരഹവും വരാറില്ല. ഇവിടെ രാധാജിക്ക് വിരഹാഗ്നിയാണ് ആദ്യം വന്നത്. അപ്പോൾ ആ കാമദേവൻ ഉണ്ടല്ലോ, കാമദേവൻ വന്ന് ആ തീയ ഊതിക്കൊടുത്തു. അതോടുകൂടി അത് കാമാഗ്നിയായി മാറി. രാധാജിയെ അടിമുടി ദഹിപ്പിച്ചു. അപ്പോൾ വിരഹാഗ്നിയും കാമാഗ്നിയും കൂടെ ചേർന്ന് ആളിക്കത്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, കൃഷ്ണ നീ വേഗം വരൂ, നിന്നെ കാണാത്തത് കൊണ്ട് ദുഃഖമുണ്ട് രാധാജിക്ക്, അത് മാറണം. നീയുമായി ഒന്നിച്ച് രമിക്കാത്തത് ഈ സങ്കടമുണ്ട്, അതും മാറണം. അങ്ങനെ കൃഷ്ണ നീ എൻ്റെ കൂടെ വരൂ, രാധാറാണി ഇരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. രാധാജിയെ നീ ആലിംഗനം ചെയ്ത് ചുംബനം വെച്ച് ചേർത്ത് വെച്ച് രാധാജിയുടെ വിരഹാഗ്നിയെ ആദ്യം നീ തണുപ്പിച്ച് അതിനുശേഷം നീ എന്ത് ചെയ്യുക? അല്ലയോ കള്ളക്കണ്ണ, രാധാജിയുടെ കാമാഗ്നിയെയും കൂടെ നീ ഇല്ലാതാക്കുക. ഇതാണ് ബുദ്ധിമതിയായ തോഴി വന്നിവിടെ പറയുന്നത്. അപ്പോൾ ഇനി ഒന്നും കൂടെ നോക്കേ. ശ്വസിത പവനം, ദീർഘനിശ്വാസം വിടുന്നു രാധാറാണി. അനുപമം, അത് ആരോടും ഉപമിക്കാൻ വയ്യ.
പരിണാഹം, വളരെ ദീർഘമേറിയ, അത്രയ്ക്ക് ദീർഘമേറിയ നിശ്വാസം ആരും വിട്ടിട്ടില്ല. അതിനെ നമുക്ക് ഉപമിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് മദന ദഹനൻ കാമാഗ്നി ഇവ വഹതി സദാഹം. ആ കാമാഗ്നി എന്ത് ചെയ്യുന്നു? രാധാജിയെ ചുട്ടുപൊള്ളിക്കുന്നു. രാധിക തവ വിരഹേ കേശവ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായല്ലോ. ഇനി ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ പരിക്കൽ ശബ്ദത്തിൽ വളരെ വികൃതമായി പാടുന്നത് കേൾക്കുക. അതിനുശേഷം ഞാൻ അടുത്ത ശ്ലോകവും നിങ്ങൾക്ക് വിവരിച്ചു തരുന്നതാണ്. ശ്വസിത പവനമനുപമ പരിണാഹം മദനദഹനമിവ വഹതി സദാഹം. ശ്വസിത പവനമനുപമ പരിണാഹം മദനദഹനമിവ വഹതി സദാഹം. രാധികാ രാധികാ തവ വിരഹേ കേശവ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ദിശി ദിശി കിരതി സജലകണജാലം നയനനളിനമിവ വിഗളിതനാളം. ദിശി ദിശി കിരതി സജലകണജാലം നയനനളിനമിവ വിഗളിതനാളം. രാധികാ 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 തവ വിരഹേ കേശവ. രാധികാ തവ വിരഹേ കേശവ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. അപ്പോൾ നിങ്ങൾ ഇത് കേട്ടല്ലോ. ഈ ശ്ലോകം ഞാൻ പറഞ്ഞു തരാം, നിർത്തി നിർത്തി പറഞ്ഞു തരാം. ദിശി ദിശി കിരതി സജലകണജാലം നയന നളിനമിവ വിഗളിതനാളം. രാധികാ തവ വിരഹേ കേശവ. അർത്ഥം എഴുതിക്കോ. ദിശി ദിശി സമം ദിക്കുകൾ തോറും, അതായത് വടക്കേ ദിക്ക് കിഴക്കേ ദിക്ക്, അങ്ങനെ ദിക്കുകൾ തോറും. കിരതി എറിയുക, ത്രോ. കിരതി എറിയുക, ഇംഗ്ലീഷിൽ ത്രോ. സജല സജല ജലം, സജല സമം ജലം. കണം സമം തുള്ളി, കണം സമം തുള്ളി. എന്നിട്ട് അടുത്തത് വരി സജല കണം, എഴുത് വെള്ളത്തുള്ളി. സജല കണം. ജാലം, ജാലം സമം കൂട്ടം, ജാലം കൂട്ടം. നയന നളിനം, നയന നളിനം കണ്ണുകളാകുന്ന താമര. നയന നളിനം കണ്ണുകളാകുന്ന താമര. നയനം കണ്ണ്, നളിനം താമര. അവൻ നയന നളിനം കണ്ണുകളാകുന്ന താമര. വിഗളിതം, വിഗളിതം അറ്റുപോയ, മനസ്സിലായില്ലേ? നാളം തണ്ട്. അപ്പൊ വിഗളിത നാളം, തണ്ടറ്റുപോയ എന്നാണ് അർത്ഥം. താമരയുടെ തണ്ട് അറ്റുപോയ എന്നാണ് അർത്ഥം. പിന്നെ തണ്ടിന്റെ അറ്റത്ത് എന്നും അർത്ഥം വരും, മനസ്സിലായി? രണ്ടർത്ഥം. തണ്ടറ്റുപോയ, തണ്ടിന്റെ അറ്റത്ത്. ഇനി നോക്കിയാൽ നിങ്ങൾ, ദിശി ദിശി കിരതി, ഓരോ ദിക്കുകൾ തോറും എറിയുന്നു. എന്തെറിയുന്നു? സജല കണജാലം, അതായത് ജലം നിറഞ്ഞ, ജലത്തിൻ്റെ കൂട്ടമുള്ള ഏതാ കണ്ണുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സജല കണജാലം, രാധാറാണി ഓരോ ദിക്കിലേക്കും എറിയുകയാണ്. ഏതെറിയുന്നു? കണ്ണുനീര് കൊണ്ട് കണ്ണ് നിറഞ്ഞിരിക്കുന്ന തൻ്റെ നയനങ്ങൾ എറിയുന്നു. ആ നയനത്തെ വിശേഷിപ്പിക്കുകയാണ്. നയന നളിനം,
താമര പോലിരിക്കുന്ന കണ്ണുകള്. ഇവ ഇനി എങ്ങനെയാണത്? വികളിത നാളം, തണ്ടറ്റുപോയ താമരയുടെ കണ്ണുകള്, തണ്ടറ്റുപോയ താമര. അതുപോലെയാണ് രാധിക, രാധയുടെ അവസ്ഥ. തവ വിരഹേ, ആകെ നിന്നെ കാണാത്തത് കൊണ്ട് വിരഹത്തിലാണ് കേശവ. കേശവന്റെ അർത്ഥമൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്ന് ചുരുക്കി പറഞ്ഞിട്ട് ഞാൻ വിശദീകരിച്ചു തരാം. അല്ലയോ കേശവ, അങ്ങയെ കാണാത്തത് കൊണ്ട് രാധാറാണി ജലത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നതും തണ്ടറ്റുപോയതുമായ താമരപ്പൂക്കളെ എന്ന പോലെ കണ്ണുനീര് കണ്ണിൽ നിറഞ്ഞു ഒഴുകുന്നു. അങ്ങനെ ഒഴുകുന്ന താമര കണ്ണുകൾ കൊണ്ട് രാധാറാണി നാലുപാടും നോക്കുകയാണ്. ശ്രദ്ധിച്ചോട്ടോണം. ഒരു താമര ജലത്തിൽ കിടക്കുകയാണ്. ആ ജലത്തിൽ കിടക്കുന്ന താമരയുടെ തണ്ട് നമ്മൾ മുറിച്ചെടുക്കുന്നു. മുറിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ തണ്ട് ഒരു കയ്യിൽ, താമര ഒരു കയ്യിൽ. അപ്പോൾ ഇത് രണ്ട് ദിക്കിൽ നിന്നും, തണ്ടിൽ നിന്നും വെള്ളം ഇറ്റു വീഴും, താമരയിൽ നിന്നും വെള്ളം ഇറ്റു വീഴും. അതുപോലെ രാധാറാണി തണ്ടറ്റുപോയ താമരയാണ്. ഇവിടെ തണ്ടെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനാണ്, താമര എന്ന് പറഞ്ഞാൽ രാധാറാണിയാണ്. തണ്ടറ്റുപോയാൽ വരുന്ന പ്രശ്നം എന്താണ്? താമര വാടിപ്പോകും, ഇല്ലേ? തണ്ടുണ്ടെങ്കിലേ താമര വാടാതെ നിൽക്കൂ. തണ്ടറ്റുപോയാൽ താമര വാടിപ്പോകും. ഇവിടെ രാധാറാണി താമരപ്പൂവാണ്. പക്ഷേ രാധാറാണിയുടെ മുഖം വാടാതിരിക്കണമെങ്കിൽ കൃഷ്ണൻ എന്ന തണ്ട് വേണം. ആ കൃഷ്ണൻ എന്ന തണ്ടുണ്ടെങ്കിൽ മാത്രമേ രാധാറാണിയുടെ മുഖം വാടാതെ ഇരിക്കത്തുള്ളൂ. അപ്പം ആ തണ്ട് എന്ത് ചെയ്ത് അങ്ങ് അറ്റുപോയി. ആ അറ്റുപോയ താമരയാണ് രാധാജി. ആ രാധാറാണിയുടെ കണ്ണുകളിൽ എന്തു ചെയ്യുന്നു? ജലം നിറഞ്ഞിരിക്കുന്നു. ഏതുപോലെ? നമ്മളെ താമരയിൽ നിന്നും തണ്ടിൽ നിന്നും വെള്ളം ഇറ്റു വീഴുന്നത് പോലെ. അപ്പം ചുരുക്കി പറഞ്ഞാൽ രാധാറാണി താമരപ്പൂവാണ്, കൃഷ്ണൻ അതിൻ്റെ തണ്ടാണ്. കൃഷ്ണനുണ്ടെങ്കിൽ മാത്രമേ രാധാറാണി ഉള്ളൂ. അതുപോലെ തിരിച്ചു നമ്മുടെ ശ്രദ്ധിക്കണം. വെറും താമരയുടെ തണ്ടിനെ ആർക്ക് വേണം? താമരയുടെ തണ്ടിനെയല്ല വേണ്ടത്. അതിനകത്ത് ആ തണ്ടിൽ താമര ചേരുമ്പോഴല്ലേ ആ തണ്ടിനും ഭംഗി ലഭിക്കുന്നത്, അല്ലേ? നിങ്ങൾ രാധാകൃഷ്ണ കഥയിൽ വൃന്ദാവനം എന്ന എപ്പിസോഡില്ല. രാധയും ഗോപികയും ഇല്ലെങ്കിൽ പിന്നെ കൃഷ്ണൻ എന്താ പ്രസക്തി? രാധയില്ലെങ്കിൽ പിന്നെ കൃഷ്ണൻ എന്താ? കൃഷ്ണൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് രുക്മിണി ദേവിയുടെയോ സത്യഭാമയുടെയോ ഒന്നും പേരിലല്ല, കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ പേരിലല്ല, ഭഗവത്ഗീതയുടെ പേരിലല്ല. കൃഷ്ണൻ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് രാധാകൃഷ്ണ പ്രണയത്തിൻ്റെ പേരിലാണ്. അപ്പം രാധയില്ലെങ്കിൽ കൃഷ്ണനില്ല, കൃഷ്ണനില്ലെങ്കിൽ രാധയില്ല. ഇതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. രാധ താമരപ്പൂവാണെങ്കിൽ ജയദേവ കവി പറയുന്നു കൃഷ്ണൻ അതിൻ്റെ തണ്ടാണ്. ആ തണ്ട് പോയി കഴിഞ്ഞാൽ താമരയും വാടും, പിന്നെ താമരയില്ലാത്ത തണ്ടിന് ആർക്കും വേണ്ട. അപ്പം രാധാകൃഷ്ണന്മാർ വേർപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ രണ്ടുപേരും ഒന്നല്ല, അവരൊന്നിച്ചിരിക്കുമ്പോൾ മാത്രമേ പ്രസക്തിയുള്ളൂ. ഇവിടെ താമരപ്പൂ പോലെ ശോഭിക്കുന്നതാണ് രാധാറാണിയുടെ കണ്ണുകൾ. ആ കണ്ണുകൾ കണ്ണുനീര് കൊണ്ടങ്ങ് മൂടി, ജലം കൊണ്ട് മൂടിയിട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇറ്റിറ്റ് വീഴുകയാണ്. ഏതുപോലെയാണ് കണ്ണുനീരിറ്റിറ്റ് വീഴുന്നത്? താമര വെള്ളത്തിൽ നിന്ന് പിച്ചിയെടുക്കുമ്പോൾ ആ താമരയുടെ ഇതളിൽ നിന്ന് വെള്ളമിറ്റു വീഴും. അതുപോലെ രാധാറാണിയുടെ കണ്ണുകളിൽ നിന്ന് എന്തു ചെയ്യുന്നു? കണ്ണുനീര് ഇറ്റിറ്റു വീഴുകയാണെന്നാണ് ഇവിടെ തോഴി പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലേ? അപ്പം ചുരുക്കി പറഞ്ഞാൽ കൃഷ്ണനോട് പറയുകയാണ്, കൃഷ്ണ, രാധാറാണി വിരഹ ദുഃഖത്താൽ കരയുകയാണ്. രാധാറാണി കരയുകയാണ്. രാധയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരടർന്നു വീഴുകയാണ്. കൃഷ്ണ, നീ ഇല്ലാതെ രാധയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. തണ്ടില്ലാതെ എങ്ങനെയാണ് കൃഷ്ണ എന്ത് ചെയ്യുന്നത്? താമര വിരിയുന്നത്. അതുകൊണ്ട് കൃഷ്ണ, നീ എത്രയും പെട്ടെന്ന് വന്ന് രാധാജിയെ രക്ഷിക്കണം. ഇനി ഇവിടെ മറ്റൊരു കാര്യങ്ങളും കൂടെ നിങ്ങൾ ഓർക്കുക. കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണനൊരു പേടിയുണ്ട്. എന്താ പേടിയുടെ കാര്യമെന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കണക്ക് കൃഷ്ണൻ മറ്റു സ്ത്രീകളുമായി രമിക്കുന്നത് രാധാറാണി കണ്ടു.
അങ്ങനെ രമിച്ചത് തെറ്റാണെന്നൊരു തോന്നലും കൃഷ്ണനുണ്ടു. അത് കണ്ടിട്ടാണ് രാധാജി പോയിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇനി രാധാജിയെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് കൃഷ്ണനുണ്ട്. അതേപോലെ തിരിച്ച് രാധാറാണിയാകട്ടെ ഗോപികമാരോടൊത്ത് നിൽക്കുന്നത് കണ്ടിട്ട് രാധാറാണിയും കൃഷ്ണനോട് കയർത്ത് പിണങ്ങിപ്പോയതാണ്. അപ്പം സ്വാഭാവികമായിട്ടും രാധാറാണിക്കും തിരിച്ച് കൃഷ്ണൻ്റെ അടുത്തേക്ക് വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ അവസരത്തിൽ ഒരു മീഡിയേറ്റർ വേണം. മനസ്സിലായില്ലേ? ഈ അവസരത്തിൽ ഒരു മീഡിയേറ്റർ വേണം. ആ മീഡിയേറ്ററായിട്ടാണ് ഇവിടെ ആര് വന്നിരിക്കുന്നത്? ഈ തോഴി വന്നിരിക്കുന്നത്. എന്നിട്ട് ഈ തോഴി വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, കൃഷ്ണ നീ വിഷമിക്കണ്ട, നിന്നിൽ നിന്ന് അകന്ന് രാധാജിക്ക് ഇരിക്കാൻ വയ്യ. ദേ ഇപ്പം രാധാറാണിയുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീരിറ്റിറ്റു വീഴുകയാണ്. അപ്പോഴും കൃഷ്ണൻ്റെ മുഖത്തൊരു ചെറിയ ഒരു സംശയമുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ ചെന്നു കഴിഞ്ഞാൽ രാധാജി വേണ്ട, എന്നെ അകറ്റി നിർത്തുമോ ഗോപികമാരുടെ കാര്യം പറഞ്ഞ്. അപ്പോഴാണ് ആ സംശയം മാറ്റാൻ വേണ്ടി തോഴി കൃഷ്ണനോട് പറയുകയാണ്, കൃഷ്ണ ദിശി ദിശി കിരതി. കൃഷ്ണ നിനക്കറിയാമോ, ദിശി ഓരോ ദിക്കുകളിലേക്കും കിരതി എറിയുന്നു. സജല കണജാലം, കണ്ണുനീര് കൊണ്ട് മൂടിയ നയന നളിനമെന്ന് തോഴി പറഞ്ഞു കൊടുക്കുകയാണ്. കൃഷ്ണ നീ വിചാരിക്കുന്നത് പോലെ അല്ല, രാധാറാണിയുടെ കണ്ണുകളുടെ ആ കാഴ്ച പോലും ജലം കൊണ്ട് മൂടി മങ്ങിയിരിക്കുകയാണ്. കണ്ണ് നിറയെ കണ്ണുനീരാണ് കൃഷ്ണ. എന്നിട്ടും രാധാറാണി ഒരു സ്ഥലത്തേക്ക് മാത്രം ദൃഷ്ടി ഉറപ്പിക്കുന്നില്ല. പകരം കൃഷ്ണ നിനക്കറിയാമോ, നിന്നെ തിരക്കി ഓരോ ദിക്കുകളിലേക്കും രാധാജി കണ്ണുകൾ വായിക്കുകയാണ്. രാധാജി കിഴക്കേ ദിക്കിലേക്ക് നോക്കുകയാണ്. എൻ്റെ കൃഷ്ണൻ വരുന്നുണ്ടോ? എന്നെ തേടി എൻ്റെ കൃഷ്ണൻ വരുന്നുണ്ടോ? അവൻ എന്നോട് പിണങ്ങിയിരിക്കാൻ പറ്റുമോ? അപ്പം കിഴക്കേ ദിക്കിലേക്ക് നോക്കുമ്പോൾ രാധാജി വിചാരിക്കും, ഇവൻ വടക്ക് ദിക്കിൽ നിന്ന് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിക്കിൽ നിന്ന് വന്നാൽ കാണാൻ പറ്റത്തില്ലല്ലോ. ഓടി തിരിഞ്ഞു നോക്കും പടിഞ്ഞാറേ ദിക്കിലേക്ക്. കൃഷ്ണൻ അവിടുന്ന് കാണാൻ വരുന്നുണ്ടോ? അപ്പം രാധാജി ചിന്തിക്കും, ഇവൻ ഏത് നിമിഷം എവിടുന്ന് വരുന്നെന്നറിയാൻ വയ്യ. ഉടനെ വടക്കോട്ട് നോക്കും, ഉടനെ തെക്കോട്ട് നോക്കും. കൃഷ്ണ നോക്ക്, രാധാജിക്ക് അത്ര താല്പര്യമുണ്ട് നിന്നെ കാണാൻ. അതുകൊണ്ടല്ലേ രാധാജി തൻ്റെ കണ്ണുകൾ കണ്ണീര് നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് വ്യക്തമല്ല. എന്നിട്ടും കൃഷ്ണ നിന്നെ തേടി ഓരോ ദിക്കുകളിലേക്കും രാധാജി കണ്ണുകൾ വായിക്കുകയാണ് കൃഷ്ണ എന്ന് പറഞ്ഞാൽ തോഴി ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. രാധാജി എന്താണ്? നിന്നെ കാത്തിരിക്കുകയാണ് രാധാജി. രാധാജിയെ സംബന്ധിച്ചിടത്തോളം സർവ ആശ്രയങ്ങളും നഷ്ടപ്പെട്ട ഒരു നായികയുടെ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കൃഷ്ണ. ഇതേ അവസ്ഥ തന്നെയാണ് കൃഷ്ണൻ. സർവ ആശ്രയവും നഷ്ടപ്പെട്ട ഒരു നായകൻ്റെ അവസ്ഥയിലാണ് ആരിയ്ക്കുന്നത്? കൃഷ്ണനും ഇരിക്കുന്നത്. അപ്പം രാധയും കൃഷ്ണനും ഒന്നിച്ചു ചേരേണ്ടതാണ് എന്ന് തോഴി കൃഷ്ണന് ബോധ്യമാക്കി കൊടുക്കുകയാണ്. അപ്പം തോഴി പറയുകയാണ്, കൃഷ്ണന് മടിയുണ്ടെങ്കിൽ മാറ്റാൻ പറയുകയാണ്. ഒരു മടിയുമില്ല, രാധാജി നിന്നെ കാത്തിരിക്കുകയാണ്. രാധാജി ഓരോ ദിക്കുകളിലും നോക്കിയിരിക്കുകയാണ് നിന്റെ പതന സ്പർശം കേൾക്കാൻ കൃഷ്ണ. അങ്ങനെ ഇരിക്കുന്ന രാധാജിയെ അവിടെ ഇട്ടിട്ട് നിനക്കിവിടെ എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു കൃഷ്ണ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് വളരെ ബുദ്ധിപൂർവം ഈ തോഴി ഒരു കാര്യവും കൂടെ ചെയ്യുന്നുണ്ട്. ഈ തോഴി പറയുകയാണ്, കൃഷ്ണ മനസ്സിലായില്ലേ, എൻ്റെ രാധാറാണിയുടെ മുഖം താമര പോലെയാണ്. കണ്ണുകൾ താമര പോലെ നീണ്ട കണ്ണ്, മനോഹരമായ കണ്ണുകളാണ്. അപ്പോൾ ഇവിടെ രാധാജിയെ ഉപമിക്കുന്നത് എന്തിനോടാണ്? താമരയോടെയാണ്. തണ്ടറ്റ താമര. രാധാജിയുടെ കണ്ണുകളെയും താമരയോടെ എന്ന് പറഞ്ഞാൽ കൃഷ്ണ നീ വിചാരിക്കുന്നത് പോലെയല്ല. രാധാജിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദുഃഖിതയായിട്ടും രാധാറാണിയുടെ സൗന്ദര്യത്തിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. രാധാറാണിയുടെ സൗന്ദര്യത്തിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. അതിപ്പോഴും എന്താണ്? ആ താമരപ്പൂ പോലെ ശോഭിക്കുകയാണ്. അപ്പം എൻ്റെ രാധാജി നിന്റെ വിരഹ ദുഃഖം അനുഭവിക്കുന്നു. മനസ്സിലായില്ലേ? അത്രയ്ക്ക് വിരഹ ദുഃഖം അനുഭവിച്ചിട്ടും
കരഞ്ഞ് കരഞ്ഞ് തളർന്നിട്ടും എൻ്റെ രാധാജിയെ സംബന്ധിച്ചിടത്തോളം രാധാജിയുടെ സൗന്ദര്യത്തിന് എന്താണ് യാതൊരു കോട്ടവും വന്നിട്ടില്ല, യാതൊരു കോട്ടവും വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ രാധാജി ഇപ്പോഴും ആര് തന്നെയാണ്? സുന്ദരി തന്നെയാണ്. അപ്പം അത് ഭംഗ്യന്തരേണ സമർത്ഥിക്കുകയാണ്. അപ്പം ഈ ശ്ലോകത്തിലൂടെ തോഴി കൃഷ്ണനെ രണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. ഒന്നാമത്തെ കാര്യം, കൃഷ്ണ നീ ഇല്ലെങ്കിൽ രാധാജി ഇല്ല. തിരിച്ച് ഒന്നും കൂടെ കൃഷ്ണനെ ഓർമ്മിപ്പിക്കുന്നു, രാധാജി ഇല്ലെങ്കിൽ നീയുമില്ല. അത് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അതിന് വളരെ ബുദ്ധിപൂർവമാണ് ജയദേവ കവി ഉപയോഗിച്ചിരിക്കുന്നത്. തണ്ടറ്റുപോയ താമരയാണ് കൃഷ്ണ. തണ്ട് നീയാണെങ്കിൽ രാധാജി താമരയാണ്. അപ്പം തണ്ടങ്ങ് പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ താമര വാടിപ്പോകും. വാടിയ താമരയും ആർക്കും വേണ്ട, ഈ തണ്ട് താമരയില്ലാത്ത തണ്ടിനെയും ആർക്കും വേണ്ട. അപ്പം കൃഷ്ണ രാധാജി ഇല്ലെങ്കിൽ നിനക്കും പ്രസക്തിയില്ല കൃഷ്ണ എന്ന് കൃഷ്ണനെ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന് നല്ലതുപോലെ മനസ്സിലായില്ലേ? അപ്പം തോഴി മിടുക്കിയാണ്. തോഴി പറയുകയാണ്, എൻ്റെ രാധാറാണി ഇല്ലെങ്കിൽ നീയുമില്ല, നിനക്ക് പ്രസക്തിയില്ല കൃഷ്ണ എന്ന് തോഴി ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത് ബുദ്ധിമതിയായ തോഴിക്ക് മനസ്സിലായി കൃഷ്ണന് രാധാജിയെ നേരിടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി. രാധാജി നേരിട്ട് കണ്ടാൽ വഴക്ക് പറയുമോ എന്നൊരു തോന്നൽ കൃഷ്ണനുണ്ടെന്ന് മനസ്സിലായി. അത് മാറ്റാൻ വേണ്ടിയാണ് ദിശി ദിശി എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നത്. നോക്കൂ കൃഷ്ണ, രാധാജി കിഴക്കേ ദിക്കിലേക്ക് നിന്നെ നോക്കും, കാണാത്തപ്പം വടക്കേ ദിക്കിലേക്ക് നോക്കും, പിന്നെ തെക്ക് ദിക്കിലേക്ക് നോക്കും, മനസ്സിലായില്ലേ? പിന്നെ പടിഞ്ഞാറേ ദിക്കിലേക്ക് നോക്കും എന്ന് പറഞ്ഞാൽ രാധാജി നീ എവിടുന്ന് വരുന്നു എന്നറിയാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ 4 ദിക്കിലേക്ക് നോക്കുകയാണ് എന്ന് പറഞ്ഞാൽ കൃഷ്ണ നിന്നെ അത്രമാത്രം ആര് പ്രതീക്ഷിക്കുന്നു? രാധാറാണി പ്രതീക്ഷിക്കുന്നു എന്ന് കൃഷ്ണനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 3, രാധാജിയുടെ മുഖം, അതായത് കൃഷ്ണനെ പിരിഞ്ഞതുകൊണ്ട് രാധാറാണിക്ക് ദുഃഖമുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം കൃഷ്ണനുണ്ട്. അത് മാറ്റിക്കൊടുക്കാൻ വേണ്ടിയാണ് തോഴി പറയുന്നത് രാധാജിയുടെ മുഖം വാടിപ്പോയി. കാരണം തണ്ടിൽ നിന്ന് അറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ താമര വാടത്തില്ലേ കൃഷ്ണ. അതുകൊണ്ട് രാധാജിക്ക് ഭയങ്കര ദുഃഖമാണെന്ന് മാത്രമല്ല, താമരയിൽ നിന്ന് ജലത്തുള്ളികൾ, താമരയുടെ തണ്ടിൽ നിന്ന് ജലത്തുള്ളികൾ ഇറ്റിറ്റു വീഴുന്നത് പോലെ രാധാറാണിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് പൊഴിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കൃഷ്ണ നിന്നെ കാണാത്തത് കൊണ്ട് രാധാറാണിക്ക് ദുഃഖവുമുണ്ട്. ഇനി 4ാമത് ഒരു കാര്യവും കൂടെ തോഴിക്ക് ബോധ്യപ്പെടുത്തണം. ഇത്രയൊക്കെ ആണെങ്കിലും എൻ്റെ രാധാറാണിയുടെ സൗന്ദര്യത്തിന് കോട്ടം വന്നിട്ടില്ല എന്ന്. അതിനാണ് രാധാജിയുടെ മുഖത്തെ താമരപ്പൂവിനോടും രാധാജിയുടെ കണ്ണുകളെ താമരക്കണ്ണുകളോടും, അതുകൊണ്ടാണല്ലോ കൃഷ്ണനെയും താമരക്കണ്ണ എന്ന് വിളിക്കുന്നത്. മനസ്സിലായ? താമരയുടെ ഇതള് പോലെ നീണ്ട് മനോഹരമായ കണ്ണുകളോട് കൂടിയതാണ് എൻ്റെ രാധാജി. ഇത്രയും ദുഃഖം വന്ന് ശരീരം മെലിഞ്ഞിട്ട് പോലും രാധാജിയുടെ അഴകിനും കുഴപ്പമില്ല കൃഷ്ണ എന്ന് തോഴി ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് നല്ലതുപോലെ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി നമുക്കത് വായിക്കാം. അപ്പോൾ അതുകൊണ്ട് തോഴി പറയുന്നത് കൃഷ്ണ വേഗം വരൂ, വേഗം നീ വരൂ, നിന്നെ രാധാറാണി ഇരിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. അവിടെ ചെന്ന് നീ രാധാജിയെ വാരിപ്പുണരൂ, ചേർത്ത് നിർത്തൂ, നികുഞ്ചങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. അങ്ങനെ ഇപ്പം രാധയും കൃഷ്ണനും രണ്ടായിട്ടിരിക്കുന്നു. ആ നികുഞ്ചങ്ങളിൽ വെച്ച് അത് മാറി നിങ്ങൾ രാധാകൃഷ്ണന്മാരായി മാറൂ എന്നാണ് തോഴി പറയുന്നത്. ഇനി ആ വരി നോക്കേ, ദിശി ദിശി കിരതി, ഓരോ ദിക്കുകളിലേക്കും എറിയുന്നു. എന്തെറിയുന്നു? സജല കണജാലം, കണ്ണുനീർ മൂടിയ എന്ത്? നയന നളിനം ഇവ, നയന നളിനം, താമര പോലുള്ള കണ്ണുകൾ കൊണ്ട് ഓരോ ദിക്കിലേക്കും നോക്കുന്നു. വികളിത നാളം, രാധാജി ഇപ്പോൾ എങ്ങനെയുള്ള അവസ്ഥയിലാണ്? തണ്ടറ്റ താമര പോലെയാണ് രാധാജിയുടെ അവസ്ഥ. എന്തുകൊണ്ട്? തവ വിരഹേ, നിന്നിൽ നിന്ന് വേർപെട്ടതുകൊണ്ട്. ഏ കേശവ. അപ്പം മനസ്സിലായല്ലോ. അപ്പം രാധാജി അനുഗ്രഹിച്ചാൽ അടുത്ത വ്യാഴാഴ്ച ഞാൻ വീണ്ടും വരും അഷ്ടപതിയുമായി. സാക്ഷാൽ ശ്രീകൃഷ്ണനും അനുഗ്രഹിക്കട്ടെ. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ
രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. പ്രാർത്ഥിക്കാം. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ശ്വസിതപവനമനുപമ പരിണാഹം മദനദഹനമിവ വഹതി സദാഹം. ശ്വസിതപവനമനുപമ പരിണാഹം മദനദഹനമിവ വഹതി സദാഹം. രാധികാ രാധികാ തവ വിരഹേ കേശവ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ദിശി ദിശി കിരതി സജലകണജാലം നയനനളിനമിവ വിഗളിതനാളം. ദിശി ദിശി കിരതി സജലകണജാലം നയനനളിനമിവ വിഗളിതനാളം. രാധികാ 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 തവ വിരഹേ കേശവ. രാധികാ തവ വിരഹേ കേശവ. കൃഷ്ണ കൃഷ്ണ കൃഷ്ണ